ആലിപ്പറമ്പ് പഞ്ചായത്തിലെ സ്ഥിരം സമിതി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വിമത വിഭാഗത്തിന് ഏകപക്ഷീയമായ വിജയം. നിലവിലെ സ്ഥിരം സമിതി ചെയർമാൻമാർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ലീഗ് വിമത വിഭാഗം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിനെ തുടർന്നാണ് പുതിയ ചെയർമാൻമാരെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ രാഷ്ട്രീയ കോലാഹലങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിലവിലെ സ്ഥിരം സമിതി ചെയർമാൻമാർക്കെതിരെ ലീഗ് വിമത വിഭാഗം നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. തുടർന്ന് വെള്ളിയാഴ്ച നടന്ന സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ UDF മതവിഭാഗം ഏകപക്ഷീയമായ വിജയം നേടി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാനായി CH ഹമീദും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി ജുബില ലത്തീഫും ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ചെയർമാനായി ഹംസക്കുട്ടിയും തിരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്തിന്റെ വികസനകാര്യങ്ങളിൽ തടസ്സം നിൽക്കുന്ന തരത്തിൽ നിലവിലുണ്ടായിരുന്ന സ്ഥിരം സമിതി ചെയർമാൻമാരുടെ ഇടപെടലാണ് അവിശ്വാസ പ്രമേയത്തിലേക്കും തിരഞ്ഞെടുപ്പിലേക്കും നയിച്ചതെന്നും തങ്ങൾ സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു എന്നതിനുള്ള തെളിവാണ് ഏകപക്ഷീയമായ ഈ വിജയമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ പറഞ്ഞു. ബോധപൂർവമായി പഞ്ചായത്തിലെ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഭാഗത്തുനിന്ന് പല തവണകളായിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ 2024-25 വാർഷിക പദ്ധതിക്കെതിരെ പരാതി നൽകുകയും അത് DPCയിൽ നേരത്തെ അപ്രൂവലായ പദ്ധതിക്കെതിരെ പരാതി നൽകിക്കൊണ്ട് ഏകദേശം 2 മാസത്തോളം പഞ്ചായത്തിൻ്റെ പദ്ധതികളെ മൊത്തം തടഞ്ഞു വെക്കുന്ന ഒരവസ്ഥയിലേക്ക് നിലവിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തന്നെ നേതൃത്വം നൽകി എന്നുള്ളത് മൊത്തത്തിൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ബാധിക്കുന്നു എന്നൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനു പുറമെ നിരന്തരം വികസനവുമായി ബന്ധപ്പെട്ട സംഗതികളെ അതാത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വിവിധ അജണ്ടകൾ ബോർഡുകൾ വികസനവുമായി ബന്ധപ്പെട്ട് വരുന്ന അജണ്ടകളെ മുഴുവൻ എതിർക്കുകയും അതിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ആ രീതിയിലും ഭരണസ്തംഭനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടന്നപ്പോൾ മാത്രമാണ് അതൊരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഭരണസമിതി എന്ന നിലയിൽ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ വികസന പദ്ധതികൾക്ക് തടസ്സം നിൽക്കരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ രീതിയിലൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അത് അവിശ്വാസ പ്രമേയം പാസ്സാകുകയും അതിനുശേഷം ഇന്ന് നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാത്ത വിധത്തിൽ ഈ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കും ചെയർമാൻമാരെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അത് ആ രീതിയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് തന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങളെടുത്ത നിലപാടുകൾ ശരിയാണ് എന്ന് ബാക്കിയുള്ള ആളുകൾ കൂടി അത് സമ്മതിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത്. ഇനി സ്വാഭാവികമായിട്ടും ഇവിടുന്ന് അങ്ങോട്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ CPMലെ ചില അംഗങ്ങളും ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള അംഗങ്ങളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയെന്ന് ലീഗ് ഔദ്യോഗിക വിഭാഗം പ്രതികരിച്ചു. നിലവിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇതാണെന്ന് പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറിയുമായ CT നൌഷാദ് അലി പറഞ്ഞു. തികച്ചും CPMന്റെ പിന്തുണയാണ് മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ മെമ്പർമാരും CPMന്റെ മെമ്പർമാരും കൂടി സഹകരിച്ചതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻമാരാകാൻ വേണ്ടി കഴിഞ്ഞത്. കഴിഞ്ഞ നവംബർ 6-ാം തീയതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ 7 മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കിയ മെമ്പർമാരുടെയും 7 CPM മെമ്പർമാരുടെയും സഹായത്തോടു കൂടെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന വിമതപക്ഷം വിജയിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനങ്ങൾ ലംഘിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി ഈ 7 മെമ്പർമാരും ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ്. തികച്ചും നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗിൻ്റെ പാനലിൽ മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ചിഹ്നം വാങ്ങിച്ച് UDFൻ്റെ പാനലിൽ മത്സരിച്ച് വിജയിച്ച 7 പേരാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായി പാർട്ടി നടപടികൾ വരികയുണ്ടായി. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കിയവരും CPMലെ മെമ്പർമാരും കൂടി ചേർന്നാണ് പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.